മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും അംഗത്തെ അപമാനിച്ചതും അസഭ്യം പറഞ്ഞതുമായ പരാതിയിലുമാണ് മാള പോലീസ് കേസെടുത്തത്. കണ്ടാൽ തിരിച്ചറിയാവുന്ന LDF പ്രവർത്തകർക്കെതിരെയാണ് നടപടി. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷ സംഭവത്തെ തുടർന്ന് മാള പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും ബ്ലോക്ക് അംഗത്തെ അപമാനിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്ന പരാതിയിലുമാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കണ്ടാൽ തിരിച്ചറിയാവുന്ന LDF പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ മോഷണം പോയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം നടത്തിയതാണ് സംഭവത്തിന് വഴിവെച്ചത്. ഭരണസമിതി യോഗം നടക്കുന്നതിനിടെ പ്രവർത്തകർ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തതായി ആരോപണമുണ്ട്. ഇതിനിടെ കോൺഗ്രസ് അംഗങ്ങളുമായി ഉണ്ടായ വാക്കേറ്റം പലപ്പോഴും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയെങ്കിലും പോലീസ് സാന്നിധ്യം വലിയ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. മാർച്ച് 2-ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ മോഷണം പോയതാണ് പ്രതിഷേധത്തിന് പിന്നിലെ പ്രധാന കാരണം. സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും ചില സാധനങ്ങൾ തിരികെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മോഷണത്തിൽ ഭരണസമിതിക്കും പങ്കുണ്ടെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറി തയ്യാറായില്ലെന്നാണ് LDF ആരോപണം. സെക്രട്ടറിയും വിഷയത്തിൽ കൂട്ടുനിൽക്കുകയാണെന്നാരോപിച്ചും പ്രതിഷേധക്കാർ രംഗത്തെത്തി. അതേസമയം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപയോഗശൂന്യമായ സാധനങ്ങൾ മാറ്റുന്നതിനിടെയാണ് ജീവനക്കാരൻ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോയതെന്നാണ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണം. സംഭവത്തെ തുടർന്ന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആക്രി സാധനങ്ങളും അതുപോലെയുള്ള പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതുവരെ കേവലം ഡ്രൈവറെ തലയിൽ കെട്ടിവെക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി, എന്നാൽ ശരിക്കും അത് നീക്കാൻ ചുമതലപ്പെടുത്തിയ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉത്തരവാദപ്പെട്ട ഹെഡ് ക്ലർക്ക് ഉൾപ്പെടെ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി അന്വേഷിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള നിയമപാലകന്മാർ അവരുടെ കടമ നിർവഹിച്ചോ എന്നതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഈ പിണറായിയുടെയും ഈ സഖാക്കളുടെയൊക്കെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മീഡിയ ടൈം മാള.